ശോഭ വിതറുന്ന ക്രൂശിതരൂപം മാറിൽ ധരിച്ചു നീ കണ്ണീർ വാർത്തുവല്ലോ. ജീവിതത്തിൽ ബോധ്യമായിടുന്ന ക്ലേശദുഃഖങ്ങൾ ബോധമായി പേരിടാൻ നീ അനുഗ്രഹിക്കാം. എന്നുമെന്നും ഞങ്ങൾ അങ്ങേക്കുള്ളവരാ, യേശുനാഥന്റെ തൃപ്പാതെ ചേരുവാൻ പ്രാർത്ഥിച്ചിടണമേ. നാസറേത്ത് മലയിൽ ശോഭ വിതറുന്ന ക്രൂശിതരൂപം മാറിൽ ധരിച്ചു നീ കണ്ണീർ വാർത്തുവല്ലോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുവേ, അങ്ങയുടെ വത്സല മാതാവ് കണ്ണീരിൽ കുതിർന്ന മുഖവുമായി ലാസറേത്ത് മലയിൽ പ്രത്യക്ഷമായതിനെ ഭക്തിപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതിനും പാപപരിഹാരം ചെയ്ത് അങ്ങേ പക്കലേക്ക് തിരിച്ചു വരുന്നതിനുമുള്ള അവിടുത്തെ മാതാവിന്റെ ആഹ്വാനം സവനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ദൈവമാതാവേ, ലാസറേത്ത് മലയിൽ അങ്ങ് നൽകിയ അനുരഞ്ജന സന്ദേശം ഞങ്ങളിൽ ആദമായി പതിയുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഓലാസ്ലേറ്റനാഥേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ അണിയുന്നു. പാപമൂലം യേശുവിൽ നിന്ന് അകന്നുപോയ ഞങ്ങളെ ഓർത്തല്ലയോ അങ്ങ് കണ്ണുനീർ പൊഴിച്ചത്. ആകയാൽ തക്കോരുക്കത്തോടെ അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് യേശുനാഥനിലേക്ക് തിരികെ വരേണ്ട ആവശ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓ അമ്മേ, ലാസറേത്ത് ഗ്രാമത്തിൽ കർഷക വസ്ത്രം ധരിച്ച് കർഷക സംരക്ഷകയായി പ്രത്യക്ഷപ്പെട്ടത് അവരോടും അവരുടെ അധ്വാനത്തോടുമുള്ള അമ്മയുടെ താല്പര്യം വെളിപ്പെടുത്തുവാനല്ലയോ? കർഷകരുടെ അമ്മേ, ഞങ്ങളുടെ അധ്വാനങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കുകയും കൃഷികളെയും കൃഷിസ്ഥലങ്ങളെയും സംരക്ഷിക്കുകയും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതിനുള്ള അറിവും നല്ല കാലാവസ്ഥയും നല്ല വിളവും നൽകി അനുഗ്രഹിക്കണമേ. ലാസറേത്ത് മലയുടെ ഏകാന്തതയിൽ കല്ലു തന്നെ അങ്ങയുടെ സന്ദേശപീഠമായി സ്വീകരിച്ചത് കല്ല് പോലുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളെ മൃദുലമാക്കുവാനല്ലയോ? വത്സലമാതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ക്ഷണഭംഗരങ്ങളായ ലോകസുഖങ്ങളിൽ മുഴുകാതെ സത്യവിശ്വാസത്തെ ഓർത്ത് ധ്യാനിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും പരിശ്രമിക്കട്ടെ. യേശുനാഥന്റെ വിളിക്കനുസരണമായി ഞങ്ങളുടെ ജീവിത ചെയ്തികളെ ക്രമപ്പെടുത്തുവാൻ ദൈവമാതാവേ, അങ്ങയുടെ ശക്തിയേറിയ സംരക്ഷണം ഞങ്ങൾ യാചിക്കുന്നു. ഓ അമ്മേ, അങ്ങ് ധരിച്ചിരുന്ന ക്രൂശിത രൂപം ഞങ്ങൾ ഓർമ്മിക്കുന്നു. പാപങ്ങളാകുന്ന ആണിയും ചുറ്റിയും വഴി യേശുനാഥനെ ക്രൂശിൽ തറച്ച് ഞങ്ങൾ മാനസാന്തരമാകുന്ന ചവണയാൽ ആണികളെ ഉരകളയുവാൻ യോഗ്യരാകട്ടെ. വിജയത്തിന്റെ ചിഹ്നമായ ക്രൂശിത രൂപം ഭക്തിയോടെ ധരിച്ചുകൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകളെ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ടും യേശുനാഥനെ പിന്തുടരുവാൻ ലാസറേത്ത് അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ഓ ലാസറേത്ത് നാഥേ, അങ്ങ് ധരിച്ചിരുന്ന ക്രൂശിത രൂപത്തിൽ അങ്ങയുടെ ചുടുകണ്ണീര് വീഴുകയിൽ അത് തീക്കനൽ പോലെ ജ്വലിച്ചുവല്ലോ. പാപകാഠിന്യത്താൽ എത്രയോ പ്രാവശ്യം ഞങ്ങൾ രക്ഷകനായ യേശുനാഥനെ പരിഹസിക്കുകയും ക്രൂശിൽ തറക്കുകയും ചെയ്തു. പാപങ്കലമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ കാൽവരിയിൽ നിന്നൊഴുകിയ അങ്ങേ പുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എളിമയുടെ മാതൃകയായ അങ്ങ് ദർശനം അരുളിയ കുഞ്ഞുങ്ങൾ അങ്ങയുടെ ലളിത വസ്ത്രധാരണത്തെയും വിനയമുള്ള കടാക്ഷത്തെയും പറ്റി താല്പര്യപൂർവ്വം വർണ്ണിക്കുന്നുവല്ലോ. ഓ ലാസറേത്ത് നാഥേ, അവിടുത്തെ ലാളിത്യവും വിനയവും വഴി ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങളുടെ അഹങ്കാരത്തെയും ആഡംബരപ്രീതിയെയും അല്ലയോ? സുഖലോലുപത്തിലുള്ള പ്രലോഭനങ്ങളെ ആത്മനിയന്ത്രണത്തോടെ വിജയിക്കുവാനും ക്രിസ്തീയ ചൈതന്യത്തിൽ വളരുവാനും അങ്ങേ മക്കളായ ഞങ്ങളെ സഹായിക്കണമേ. ദൈവനാമത്തോടുള്ള അവഹേളനവും ദൈവജനത്തോടുള്ള വജ്ഞയും നോമ്പലും ഉപവാസത്തിലുമുള്ള മുടക്കവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനുള്ള ഉദാസീനതയും ലാസറേത്ത് നാഥേ, അങ്ങ് എത്രയും മാത്രം വേദനിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരും ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നവരും ദിവ്യബലിയിലൂടെ ശക്തി തേടുന്നവരുമായി തീരുവാൻ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. മക്കളെ, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണമെന്ന് ആ പൈതങ്ങളോട് അങ്ങ് അരുളി ചെയ്തുവല്ലോ.
ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യമല്ലയോ ഇതുവഴി അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുക. പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ആയുധം. കർത്താവിന്റെ നാമത്തിൽ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് ജീവിതത്തിൽ സമാധാനവും ജീവിത ക്ലേശങ്ങളിൽ ധൈര്യവും നിത്യായുസ്സിൽ പ്രതീക്ഷയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. സ്നേഹം നിറഞ്ഞ അമ്മേ, ജീവിതയാത്രയിൽ നിരാശരാകാതെ പൂർണ്ണ വിശ്വാസത്തോടും താഴ്മയോടും കൂടി നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതകൾക്ക് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്നുള്ള അമ്മയുടെ വാക്കുകൾ എത്രയോ വാസ്തവമാണ്. ജീവിത ക്ലേശങ്ങളും ദുരിതങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ദാരിദ്ര്യത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും ദിവ്യനാഥേ ഞങ്ങളെ പഠിപ്പിക്കണമേ. പശ്ചാത്തപിച്ചാൽ സമൃദ്ധി താനേ ഉണ്ടാകും എന്നല്ലയോ അങ്ങ് ഉപദേശിച്ചത്. അനുദിന ജീവിതത്തിൽ ദൈവം നൽകുന്ന നിരവധി നന്മകളെ നന്ദിപൂർവ്വം സ്വീകരിക്കുവാൻ വത്സല മാതാവേ അങ്ങേ മക്കളെ സഹായിക്കണമേ. പ്രിയ മക്കളെ, ഈ സന്ദേശം സർവ്വലോകരെയും അറിയിക്കുവേൻ. ദൈവവും സഹോദരങ്ങളുമായി പുനരയിക്കപ്പെട്ട് മാതൃകാപരമായ ക്രിസ്തീയ ജീവിതത്തിലൂടെ ദൈവസ്നേഹത്തിൽ വളരുവാനും സഹോദര സേവനത്തിൽ സന്തോഷം കണ്ടെത്തുവാനും അതുവഴി അവിടുത്തെ യഥാർത്ഥ സന്ദേശവാഹകരായി തീരുവാനും അനുരഞ്ജനനാഥേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ലാസലറ്റ് മാതാവേ, എല്ലാ സങ്കടങ്ങളും അറിയുന്ന അമ്മേ, കാൽവരിയിൽ അങ്ങയുടെ പുത്രനെ പ്രതി അങ്ങ് ചൊരിഞ്ഞ കണ്ണീരിനെ മറക്കരുതേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ എന്നെ കാത്തു സൂക്ഷിക്കുവാൻ ചെയ്തതെല്ലാം അങ്ങ് ഓർക്കണമേ. എനിക്ക് വേണ്ടി ഇത്രയധികം സഹിച്ച അമ്മ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ദയുള്ള കനികെ, എന്റെ പ്രാർത്ഥന തള്ളിക്കളയരുതേ. എന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതിനും യേശുനാഥനെ കൂടുതൽ സ്നേഹിക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങയുടെ പുത്രനോട് വാങ്ങിത്തരണമേ. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ അങ്ങയെ ആശ്വസിപ്പിക്കുന്നതിനും മരണാനന്തരം സ്വർഗത്തിൽ അങ്ങയോടത്ത് ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ലാസലറ്റ് മാതാവിനോടുള്ള ലൊത്തിനിയ, കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദ കുദിശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ മാതാവായ ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകൃപയുടെ സന്ദേശമാകിയ ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാക്സിമിനും മിലനിക്കും പ്രത്യക്ഷയായ ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് വിലപിക്കുന്ന ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വന്തം മക്കളുടെ നന്ദികേടിൽ ദുഃഖിതയായ ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾക്ക് മോചനം തേടുന്ന ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ അനുരഞ്ജനത്തിനായി കേടുന്ന ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുന്ന ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹപൂർവ്വം ഞങ്ങളെ മാടി വിളിക്കുന്ന ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനുരഞ്ജന സന്ദേശം ഞങ്ങൾക്ക് നൽകിയ ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവുമായുള്ള ഉടമ്പടി ഓർമ്മിപ്പിക്കുന്ന ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവഹിതം തേടാൻ താല്പര്യപ്പെടുത്തുന്ന ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുനാമ ഭക്തിക്ക് ആഹ്വാനം ചെയ്ത ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവാലയ തെരുവിനെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യബലിയുടെ പ്രാധാന്യം പഠിപ്പിച്ച ലാസലറ്റ് നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതം മനസ്സിലാക്കുന്ന ലാസലറ്റ് നാഥേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ അറിയുന്ന ലാസലേറ്റുനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ രഹസ്യങ്ങൾ വെളിവാക്കുന്ന ലാസലേറ്റുനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനുരഞ്ജകരായ ഞങ്ങളെ നിയോഗിച്ച ലാസലേറ്റുനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ സഹനത്തെ ഓർമ്മപ്പെടുത്തുന്ന ലാസലേറ്റുനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലാസലേറ്റു സഭയുടെ മധ്യസ്ഥയായ ലാസലേറ്റുനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർഷകരുടെ സംരക്ഷകയായ ലാസലേറ്റുനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ ദിവ്യകുഞ്ഞാടേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലാസലേറ്റ് മാതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന ഏറ്റു ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ലാസലേറ്റ് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധയും ഏറ്റവും പരിശുദ്ധയും പാപികളുടെ അനുരഞ്ജകയും പാപികളുടെ അനുരഞ്ജകയും കർഷക സംരക്ഷകയുമായ കർഷക സംരക്ഷകയുമായ ലാസലേറ്റ് മാതാവേ, ലാസലേറ്റ് മാതാവേ, എന്നോടുള്ള അതുല്യമായ സ്നേഹത്താൽ അതുല്യമായ സ്നേഹത്താൽ കണ്ണുനീർ പൊഴിച്ച സ്നേഹനാഥേ, കണ്ണുനീർ പൊഴിച്ച സ്നേഹനാഥേ, എന്നെ അങ്ങേക്ക് അങ്ങേക്ക് പരിപൂർണമായി സമർപ്പിക്കുന്നു. പരിപൂർണമായി സമർപ്പിക്കുന്നു. ഇന്നു മുതൽ എന്റെ മഹത്വം അങ്ങയുടെ ശിശുവായിരിക്കുന്നതിലാകട്ടെ. അങ്ങയുടെ ശിശുവായിരിക്കുന്നതിലാകട്ടെ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ പരിപാലനയ്ക്കായി എന്നെയും എന്റെ കുടുംബത്തെയും പ്രയത്നങ്ങളെയും അധ്വാന മേഖലകളെയും പ്രതീക്ഷകളെയും സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും അങ്ങയിൽ സമർപ്പിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്റെ പ്രാർത്ഥനകളെ ഈശോയ്ക്ക് സമർപ്പിച്ച് ദൈവാനുഗ്രഹം വാങ്ങിത്തരണമേ. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, അങ്ങയുടെ മാതൃ സംരക്ഷണത്തിൽ എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ആരോഗ്യം സംരക്ഷിക്കുകയും അധ്വാനശീലം വളർത്തുകയും ചെയ്യണമേ. നിരാശയും അലസതയും അഹങ്കാരവും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കരുതേ. ലാസലേറ്റ് മാതാവേ, എന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ശക്തി നൽകി എന്റെ കുടുംബത്തെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ദൈവകൃപയുടെയും ആലയമാക്കി തീർക്കുവാൻ അങ്ങയുടെ പുത്രനോട് പ്രാർത്ഥിക്കുകയും അങ്ങേ വത്സലപുത്രൻ എനിക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ പ്രാപിക്കുവാൻ എന്നെ യോഗ്യനാക്കുകയും ചെയ്യണമേ. ആമേൻ. സമാധാനം നിങ്ങളോടും കൂടെ. ആത്മാവോടും കൂടെ. ലാസലേറ്റ് മലമുകളിൽ പരിശുദ്ധ കന്യകാമറിയത്തെ അയച്ചുകൊണ്ട് ക്രിസ്തീയ കടമകളെ ഓർമ്മപ്പെടുത്തിയ പരമകാരുണ്യവാനായ ദൈവം നിങ്ങളുടെ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിച്ചു തരികയും ആമയുടെ മുന്നറിയിപ്പുകളെ താഴ്മയോടെ സ്വീകരിച്ചുകൊണ്ടുള്ള പശ്ചാത്താപം നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി ഒരു നാൾ അമ്മയോടത്തുള്ള സ്വർഗീയ ആനന്ദം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ,
എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ.